ഗൈസ് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് നമ്മുടെ ഫോണാണ്, ഇത് നമ്മുടെ ലാപ്പാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ കൂടെ ഒരു ഫൂട്ടേജാണ് ഈ ലാപ്പിലും കാണാൻ പറ്റുന്നത്. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു കേബിളും ഒന്നും ആവശ്യമില്ല, നമ്മൾ ഇത് വൈഫൈയിലാണ് കണക്ട് ചെയ്യണത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഹലോ ഗൈസ്, വാട്സ്ആപ്പ് എവരിബഡി, ദിസ് ഈസ് എദുർക്കസിയ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്മുടെ ലാപ്പിൻ്റെയും പി സിയുടെയൊക്കെ വെബ് ക്യാമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എങ്ങനെയെന്നാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് രണ്ട് വഴികളാണുള്ളത്. ഒന്ന് നമുക്ക് വൈഫൈ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ USB കേബിളില്ലേ ചാർജറിൻ്റെ ഒപ്പം വന്നത്, ഇതും വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വൈഫൈ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ കേബിൾ വെച്ച് ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഇട്ടിട്ടുണ്ട്. അത് വേണ്ടവർ അത് പോയി കാണാം. ഓക്കെ ഗൈസ്, ഈ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം ഈ വീഡിയോയിൽ ഇത് ചെയ്യാനായിട്ട് വേണ്ടത് നമുക്ക് ഒരു ആപ്പാണ്. ഡ്രോയിഡ് ക്യാം എന്നാണ് ആ ആപ്പിൻ്റെ പേര്. Dev47 ആപ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഡ്രോയിഡ് ക്യാം ഉണ്ടാക്കിയേക്കണത്. ടോട്ടലി ഫ്രീ ആപ്പാണ്. അപ്പോൾ ആ ഒരു ആപ്പ് നമ്മുടെ ഫോണിലും നമ്മുടെ കമ്പ്യൂട്ടറിലും ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഈ ട്യൂട്ടോറിയലിൻ്റെ എല്ലാ ടൈം സ്റ്റാമ്പും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ പ്ലേ ഹെഡിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ട്യൂട്ടോറിയലിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ ആദ്യം ഡ്രോയിഡ് ക്യാം സെറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രോയിഡ് ക്യാം ഡൗൺലോഡ് ചെയ്യാനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ ക്രോമിൽ പോയിട്ട് ഡ്രോയിഡ് ക്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കാണാൻ പറ്റുന്ന ലിങ്ക് നോക്കി, dev47apps.com. അപ്പോൾ ആ ലിങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കയറിയാണ്. അപ്പോൾ Dev47 ആപ്സിൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഡ്രോയിഡ് ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ നമ്മളിവിടെ ഡൗൺലോഡ് വിൻഡോസ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ടാപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രോയിഡ് ക്യാമറ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതൊരു EXE ഫയലാണ്. അത് നമ്മൾ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യണ പോലെ ഇൻസ്റ്റാൾ ചെയ്യാം. കാരണം ഞാൻ ഇത് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ വീഡിയോ കൂടി കാണിച്ചിട്ട് ഈർപ്പിക്കുന്നില്ല, അത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ആപ്പ് അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡ്രോയിഡ് ക്യാമറ ആപ്പിൻ്റെ ഒരു ഐക്കൺ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്ന് കിടക്കും. അപ്പോൾ ഇതുപോലെയായിരിക്കും അത് കിടക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്തു. അപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ രണ്ട് വിൻഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കണക്റ്റ് വിൻഡോവും ഒരെണ്ണം ഡ്രോയിഡ് ക്യാം ക്ലയൻറ്റും. അപ്പോൾ ഈ കണക്റ്റ് വിൻഡോയിൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് വൈഫൈ ആണ്. അതിൽ രണ്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, ഡിവൈസ് IP-യും ഡ്രോയിഡ് ക്യാമറ പോർട്ടും. അപ്പോൾ ഇത് അധികം ഇമ്പോർട്ടൻസ് ഇല്ല, ഈ IP ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ വീഡിയോ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണിൻ്റെ ഓഡിയോ നമുക്ക് ലാപ്പിൽ ഉപയോഗിക്കാം. അപ്പോൾ ലാപ്പിൽ ഏകദേശം സെറ്റപ്പ് കഴിഞ്ഞു, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫോണിൽ എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ലാപ്പും നമ്മുടെ ഫോണും ഇത് വർക്ക് ആവണമെങ്കിൽ സെയിം വൈഫൈയിലായിരിക്കണം കണക്ട് ചെയ്താക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ ആ വൈഫൈയിൽ രണ്ടും കണക്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ വേറൊരു ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടിൽ ആയാലും കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, സെയിം വൈഫൈ തന്നെ കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് ഫോണിൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഫോണിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ കയറാം. പ്ലേ സ്റ്റോറിൽ നമ്മൾ ഡ്രോയിഡ് ക്യാം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഡ്രോയിഡ് ക്യാം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കാണുന്ന പോലെ നമുക്ക് ഡ്രോയിഡ് ക്യാം Dev47 ആപ്സാണ് അവരുടെ ഡെവലപ്പർ. അപ്പോൾ അതൊന്ന് നൈസായിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഭയങ്കര ഒരു 2.4 MB ഉള്ളൂ, കണ്ടോ ഇൻസ്റ്റാളായി. അത് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ഇതുപോലെ കാണിക്കും. ഇവിടെ നെക്സ്റ്റ് ഇല്ലേ, നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തിട്ട് ഇത് ഗോട്ടിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അലോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ അലോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതിലും നമുക്ക് വൈഫൈ IP കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രോയിഡ് ക്യാമറ പോർട്ടും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഗൈസ് ഇനിയാണ് ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇനി നമ്മൾ ഈ ഡ്രോയിഡ് ക്യാം ഫോണിൽ ഡ്രോയിഡ് ക്യാം നമ്മൾ ലാപ്പിൽ ഡ്രോയിഡ് ക്യാമിൻ്റെ ക്ലയൻ്റായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ലാപ്പും നമ്മുടെ ഫോണും ഒരു വൈഫൈയിലായിരിക്കണം കണക്ട് ചെയ്താക്കുന്നത്. പിന്നെ അത് ഈ ഒരു ഐക്കണിൻ്റെ കാര്യം കൂടി ഞാൻ പറയാം. ഈ ഒരു ഐക്കൺ കണ്ടാലോ, ഈ ഒരു ഐക്കൺ നമ്മൾ ഞെക്കിയാൽ നമുക്ക് ബാക്ക് ക്യാമറയാണോ ഫ്രണ്ട് ക്യാമറയാണോ ഇതിൽ വരണേന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ എടുക്കുകയാണ്. ബാക്ക് ക്യാമറ എടുത്തു സെലക്ട് ചെയ്ത് വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വൈഫൈ IP എന്ന് പറഞ്ഞൊരു സംഭവം ഫോണിലും കാണാം, ഡിവൈസ് IP എന്ന് പറഞ്ഞൊരു സംഭവം ലാപ്പിലും കാണാം. അപ്പോൾ ഇത് രണ്ടും കൂടി സെയിം ആക്കുക, അത്രയും നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ലാപ്പിൽ എഡിറ്റ് ചെയ്ത് സെയിം ആക്കുക. സെയിം ആണെങ്കിൽ കുഴപ്പമില്ല, സെയിം അല്ലെങ്കിൽ സെയിം ആക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് നേരെ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യണേണ്ടോ. ഞാനിപ്പോൾ സ്റ്റാർട്ട് അടിക്കാൻ പോണേണ്. സ്റ്റാർട്ട് അടിക്കുമ്പോൾ നിങ്ങളിത് ഡ്രോയിഡ് ക്യാമിൻ്റെ ക്ലയൻറ്റിൽ കണ്ടാൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ കാണുന്ന ആണ് ഇപ്പോൾ അതിൽ കാണുന്നത് കണ്ടോ. അപ്പോൾ ഡ്രോയിഡ് ക്യാം ഒഫീഷ്യലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രൗസറിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബ്രൗസറിൽ പോയിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് സൈറ്റ് സെറ്റിങ്സ് കണ്ടില്ലേ, സൈറ്റ് സെറ്റിങ്സ് എടുക്കാം. സൈറ്റ് സെറ്റിങ്സ് എടുത്തിട്ട് പെർമിഷൻ്റെ അടിയിൽ ക്യാമറ കണ്ടില്ലേ, ക്യാമറ എടുത്തിട്ട് യൂസർ ഫേസിങ്ങിന് പകരമായിട്ട് നമ്മൾ ഡ്രോയിഡ് ക്യാം സോഴ്സ് 3 കൊടുക്കാം. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടി, ഇതിപ്പോൾ സ്കൈപ്പാണ്. സ്കൈപ്പിൽ ഡ്രോയിഡ് ക്യാം എടുക്കണത് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്, അതിൽ ഡ്രോയിഡ് ക്യാം സോഴ്സ് 3 എടുക്കുക. അതുപോലെ തന്നെ ഇത് ഗൂഗിൾ മീറ്റ് ആണ്. അപ്പോൾ ഗൂഗിൾ മീറ്റിൽ ഡ്രോയിഡ് ക്യാം എടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയായിരുന്നു, അതേനാ ഈ മോർ ഓപ്ഷനിൽ പോയിട്ട് സെറ്റിങ്സിൽ ചെന്നിട്ട് വീഡിയോ ഉണ്ടല്ലേ, വീഡിയോ എടുക്കാം. വീഡിയോ എടുത്തിട്ട് HD യൂസർ ഫേസിങ് ക്യാമറ മാറ്റിയിട്ട് ഡ്രോയിഡ് ക്യാം സോഴ്സ് 3 വെക്കാം. 3 വെക്കുമ്പോൾ നമുക്കിതേ ആ ഡ്രോയിഡ് ക്യാമിൻ്റെ വ്യൂ ആയി കണ്ടോ ഗൈസ്. പിന്നെ ഒരു ബോണസ് കണ്ടൻറ്റ് നമ്മൾ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോണസ് കണ്ടൻറ്റിന് പറയണതെന്ന് വെച്ചാൽ ഡ്രോയിഡ് ക്യാമറ എങ്ങനെയാണ് സ്നാപ്പ് ക്യാമറയിലോട്ട് കണക്ട് ചെയ്യണമെന്നും കൂടി ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്നാപ്പ് ക്യാമറ എടുക്കട്ടെ. അപ്പോൾ ഇതിൽ സ്നാപ്പ് ക്യാമറ എടുത്തു. അപ്പോൾ എൻ്റെ ഡയറക്റ്റായിട്ട് കണക്റ്റാണ്. അപ്പോൾ ഈ സെറ്റിങ്സ് ഇല്ലേ, ഈ സെറ്റിങ്സിൽ പോയിട്ട് ചൂസ് യുവർ ക്യാമറയിൽ നമ്മൾ ഡ്രോയിഡ് ക്യാമറ സോഴ്സ് 3 എടുത്താൽ മതി. എന്നിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാമറ കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇതാണ് സംഭവം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്മുടെ വെബ്കാമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് വൈഫൈയിലൂടെ. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ എങ്ങനെ വെബ്കാമായിട്ട് ഉപയോഗിക്കാം ത്രൂ USB, അത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടാനായിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ടേൺ ഓൺ ദി നോട്ടിഫിക്കേഷൻ ആൾസോ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഹിറ്റ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം സൂപ്പറാക്കി സെറ്റാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡ്രോയിഡ് ക്യാം USB കൂടെ കണക്ട് ചെയ്യുന്നതാണ്. കാരണം ചിലവർക്ക് വൈഫൈ കൂടെ കണക്ട് ചെയ്യുമ്പോൾ ലാഗ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. സീ യു ഗൈസ് ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ് യദു ക്രിസ് ഹിയർ. പീസ് ഔട്ട്.